Hi guys, once again welcome back to my YouTube channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു പേഴ്സൺ എസ്പെഷ്യലി ഒരു മാൻ നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് സീക്രട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ വ്യക്തി നിങ്ങളെ പിന്തുടരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയെ പിന്തുടരുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ പിന്തുടരുന്നത് അവസാനിപ്പിക്കുക എല്ലാ തരത്തിലും. ഉദാഹരണത്തിന് അവരിടുന്ന സ്റ്റാറ്റസ്, സോഷ്യൽ മീഡിയ അപ്ഡേഷൻസ് എന്താണെന്നുള്ളത് കറക്റ്റായി അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിരന്തരം മെസ്സേജ് അതല്ലെങ്കിൽ കോൾ ചെയ്യാതിരിക്കുക. ഇൻ കേസ് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അതല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയുള്ള ഒരു റിപ്ലൈ നൽകാതിരിക്കുക എന്നുള്ളതാണ്. സോ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവരെ പിന്തുടരുന്നത് നിർത്തുക, മറിച്ച് നിങ്ങളെ പിന്തുടരുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ആക്ഷൻ മാറ്റുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് ആക്ട് ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ്. അതായത് എവ്രി പേഴ്സൺ, എല്ലാ വ്യക്തികളും അവർക്ക് അവരുടേതായ ഡിസേർവിങ്സ് ഉണ്ട്. പല കാര്യങ്ങളും അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിലും താഴെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തോട്ട്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ ഓക്കെ പറയാതിരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ആ ഒരു ഇഷ്ടം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുടേതായ കണ്ടീഷൻസിന് മേ ബി എന്നെ വിളിക്കരുതെന്നോ എനിക്ക് നിരന്തരമായി മെസ്സേജ് ചെയ്യരുതെന്നോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കണ്ടീഷന് പോലും ഓക്കെ പറയാറുള്ള ഒരു അവസ്ഥ, അത്രത്തോളം അഡിക്റ്റായ ഒരു അവസ്ഥയിൽ പറയാറുണ്ട്. എസ്പെഷ്യലി ഗേൾസ് ആയിരിക്കാം. അതായത് അവർക്ക് ആ ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നത്, ഡിസേർവിന് താഴെയാണ്, അതായത് ഞാൻ അർഹിക്കുന്നതിനും താഴെയാണ് എന്ന് തോന്നലുള്ള പല കാര്യങ്ങൾക്കും ഓക്കെ പറയുന്ന ഒരു അവസ്ഥ. തീർച്ചയായും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ജെന്യൂനായാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ആസ് എ പാർട്ട്ണർ എന്ന രീതിയിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതേ ഇഷ്ടം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലും നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് നിലനിർത്താൻ സാധിക്കുക. സോ ഒരിക്കലും നിങ്ങൾക്ക് ഡിസേർവ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് ഓക്കെ പറയരുത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിലും താഴെയാണ് എന്നുള്ള കാര്യങ്ങൾക്കും ഓക്കെ പറയരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതിന് മാത്രം ഓക്കെ പറയുക. അതായത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ പ്രൈവസി ആയിരിക്കാം. നിങ്ങളുടെ പ്രൈവസി ലൈഫ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ടായിരിക്കും. സോ അതിൽ ഇടിച്ചു കയറാൻ സമ്മതിക്കരുത് എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡ്രീംസ്, ഗോൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഗിവ് അപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കും നിങ്ങൾ എൻറ്റേർഡ് ആവരുത്. ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ എല്ലാവർക്കും ഗോൾ സെറ്റ് ചെയ്യാനും അത് നേടാനുമുള്ള ശക്തിയും അതുപോലെ തന്നെ കഴിവും ഉണ്ടായിരിക്കും. സോ അതിൽ ഡിസേർവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി മൂന്നാമതായി ആ വ്യക്തി നിങ്ങളെ പിന്തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലായ്പ്പോഴും ആ വ്യക്തിക്ക് അവൈലബിൾ ആകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഇമ്മീഡിയറ്റ് ആൻസർ ആ വ്യക്തിക്ക് നൽകാതിരിക്കുക. പല രീതിയിലായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജസ് ആയിരിക്കാം, നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ കോൾസ് ആയിരിക്കാം. എവറിത്തിങ് ടു അവൈലബിൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അവൈലബിൾ ആകാതിരിക്കുക എന്നതിലുപരി എല്ലായ്പ്പോഴും അവൈലബിൾ ആകാതിരിക്കുക എന്നുള്ളതാണ്. ഇതിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടേതായ ഗോൾസ് സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി കൂടി പ്രവർത്തിക്കുക എന്നുള്ളത്.
പല ആളുകൾക്കും പറ്റാവുന്ന ഒരു മിസ്റ്റേക്കും ഇത് തന്നെയാണ്. അതായത് ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈഫെല്ലാം തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒതുക്കുന്ന പല ആളുകളുമുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമാണ് റിലേഷൻഷിപ്പ്. ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾസ് ആണെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ലക്ഷ്യങ്ങൾ നേടാനാണ്. ഒരിക്കലും ആ ലക്ഷ്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ല. സോ എല്ലായ്പ്പോഴും അവൈലബിൾ ആകാതിരിക്കുക. അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യം നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമതായി തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഓപ്പൺ ബുക്ക് ആകാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ്. ഒരു വ്യക്തി എന്ന രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ സമയം തന്നെയാണ്. സോ ഈ സമയവും അതുപോലെ തന്നെ ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനും നിങ്ങളിലേക്ക് മതിയായ രീതിയിൽ നൽകിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഓപ്പൺ ബുക്ക് ആകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എത്രത്തോളം ഓപ്പൺ ആയാണോ ആ വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് തന്നെ ഒരു ഓപ്പൺ ബുക്കായി മാറാതിരിക്കുക. ആ വ്യക്തിയിൽ നിങ്ങളോട് ജെന്യൂൻ ആയുള്ള ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ ടൈമാണെങ്കിലും അതുപോലെ മറ്റെല്ലാ ഡ്രീംസിലും നിങ്ങളെയും ഒപ്പം കൂട്ടും എന്നുള്ളത് തീർച്ചയാണ്. സോ ഒരു ഓപ്പൺ ബുക്ക് ആകാതിരിക്കുക എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മാർഗം. ഇനി അഞ്ചാമതായി ഏറ്റവും അവസാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും തീർച്ചയായും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതല്ലെങ്കിൽ നിങ്ങളുമായി മാച്ചിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം ഫ്രീ ആയാണോ എത്രത്തോളം ജെന്യൂൻ ആയാണോ നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത്, തീർച്ചയായും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സെയിം വൈബ് സെയിം വേവ് ലെങ്ത് ആണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ എല്ലാവർക്കും ഇത് ഒരു യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായി. എനിവേ താങ്ക് യു.